ഗോൾഡ് ആൻഡ് സിൽവർ കണ്ടിന്യൂസ് ടു ഷൈൻ അല്ലേ. ഇടയ്ക്ക് ഗോൾഡ് ചെറുതായിട്ടൊന്ന് ഡിപ്പ് ചെയ്തു, പിന്നെ എനിക്ക് തോന്നുന്നു $4,000 per ounce വീണ്ടും റീക്ലെയിം ചെയ്തു എന്നാണ് തോന്നുന്നത്. ഗോൾഡ് അങ്ങനെ നിൽക്കുന്നു. സിൽവർ ഫോർ ദ ഫസ്റ്റ് ടൈം ഹാസ് ക്രോസ്ഡ് $50 per ounce എന്നുള്ള രീതിയിലേക്കാണ് തന്നെ $50 per ounceൻ്റെ മുകളിലേക്ക് പോയി എന്നാണ്. 50 ഇതിന് മുമ്പേ ടച്ച് ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു അല്ലേ. $50 per ounceലേക്ക് പോയി എന്നുള്ളതാണ്. അതുമാത്രമല്ല നമുക്കിപ്പോൾ ഇവിടെ കിട്ടുന്ന ഡീറ്റെയിൽസ് എന്ന് വെച്ചാൽ ഈ നമ്മുടെ ഇവിടുത്തെ സിൽവർ ETFs അല്ലേ, സിൽവർ ETF എക്സ്ചേഞ്ച് ട്രേഡഡ് ഫണ്ട്സ് ഒക്കെ വളരെ പ്രീമിയത്തിൽ NAVയുടെ മുകളിൽ വലിയ പ്രീമിയത്തിലാണ് ട്രേഡ് ചെയ്യണത് എന്നുള്ള അത്രയ്ക്ക് മാത്രം ഓപ്റ്റിമിസം സിൽവറിലുണ്ടെന്നുള്ള. ഞാൻ ചില ETF ഒക്കെ നോക്കിയപ്പോഴേ ടാറ്റ സിൽവറിൻ്റെ പ്രീമിയം എന്ന് പറയുന്നത് 12% ആണ്. പ്രീമിയം 12% അപ്പ്. UTI സിൽവർ 10% അപ്പ്. HDFCൻ്റെ ആ സിൽവർ ETF 10% അപ്പ്. നിപ്പോൺ ഇന്ത്യ പ്രീമിയം 5.5%, SBI 5.4%, ആദിത്യ ബിർള സൺലൈഫിൻ്റെ 6.2% പ്രീമിയമാണ്. ഇപ്പോൾ ETF ഒക്കെ നോക്കുകയാണെങ്കിൽ നെറ്റ് അസറ്റ് വാല്യൂവിനെ കാട്ടിലും വളരെ പ്രീമിയത്തിലാണ് ട്രേഡ് ചെയ്യുന്നത് എന്നുള്ളതാണ് കാണിക്കുന്നത്. ഒരുപാട് ഹോപ്പ് ട്രേഡ് സിൽവറിൽ നടക്കുന്നുണ്ട് എന്നുള്ളത് വാസ്തവം തന്നെയാണ്.